രാഹുൽ പരിചയമുള്ള ആളുകളെ നോക്കി തിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. യാതൊരു ഭാവവ്യത്യാസവും രാഹുലിന് കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. ഈ അറസ്റ്റായതിനു ശേഷവും രാഹുലിന്റെ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. രാഹുൽ ഇങ്ങനെ ഇത് സ്ഥിരമായല്ലോ ഓരോ കേസുകൾ എനിക്ക് ഒന്നൊന്നായി പറയുന്നുള്ളതുണ്ടാകും. ആദ്യത്തെ ആ ഒരു ഇതിനു ശേഷം പിന്നെ രാഹുൽ ഇല്ലില്ല. പക്ഷെ അറസ്റ്റായി എന്നൊരു ദിവസം മാത്രമാണ് രാഹുൽ അതിനെ കുറച്ച് ഗൗരവത്തോടെ എടുത്തിരുന്നത്. ഏതായാലും ഓരോ കേസുകൾ വരുമ്പോഴത്തേക്കും രാഹുൽ ഇങ്ങനെ ഓരോ കേസുകൾ വന്നതിന് ശേഷം പിന്നെ അതിങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം അതിജീവതയോട് ഇത്തരത്തിലൊരു സംഭാഷണമൊക്കെ കണ്ടപ്പോൾ നമ്മളെ കണ്ടതാണ്. കാരണം നീ നിയമത്തിന്റെ വഴിക്ക് പൊക്കോളൂ, നിയമത്തിന്റെ വഴിക്ക് പൊക്കോളൂ, നീ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് താങ്ങാൻ പറ്റും, പക്ഷെ ഞാൻ തിരിച്ച് ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ടെലിഗ്രാം ചാറ്റൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. അപ്പോൾ കേസുമായി മുന്നോട്ട് പോയാലും അതിനെ നേരിടാമെന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. അതേ ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും കേസ് വിളിച്ചിട്ടുണ്ട്. രാഹുലിനെ ഇപ്പോൾ കോടതിയിലേക്ക് കയറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു തീരുമാനം വിധി എന്തായാലും വന്നിട്ടില്ല. അല്പസമയത്ത് തന്നെ അറിയാം രാഹുലിനെ എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിടുക എന്നത് സംബന്ധിച്ച്. ശരി സിജോ, ഇപ്പോഴും പുറത്ത് പ്രതിഷേധക്കാർ തുടരുന്നുണ്ടോ? പുറത്ത് പ്രതിഷേധമുണ്ട്. രാഹുലിനെതിരെ മുദ്രാവാക്യം വിളികളുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിനെ അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അതിജീവിതയുടെ വാക്കുകൾ കണ്ടതാണ്. അത് എഴുതിക്കൊണ്ടുള്ള ലവ് യു ടു എന്നുള്ള തുടങ്ങുന്ന അത്തരമുള്ള ബാനറുകൾക്ക് ഉയർത്തിക്കൊണ്ടുള്ള അതിജീവിതയ്ക്ക് പിന്തുണയും കൂടിയായിട്ടുള്ള ആളുകളാണ് ഉള്ളത്. രാഹുലിനെതിരെ മുദ്രാവാക്യം വിളിയുണ്ട്. അതിജീവിതയ്ക്ക് പിന്തുണയുമായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് പ്രധാനമായും ഇപ്പോഴുള്ളത്. വലിയ പ്രതിഷേധമാണ്. പരിഗണിക്കുക ജാമ്യാപേക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസത്തേക്കായിരിക്കും. കാരണം ജാമ്യാപേക്ഷ കസ്റ്റഡി കാര്യത്തിൽ തീരുമാനമായതിനു ശേഷമാണ്. ഇപ്പോൾ സ്വാഭാവികമായും 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 7 ദിവസം അനുവദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 7 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വരിക. ഇന്നലെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്നൊരു ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ പോലീസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പരിശോധിക്കാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം രാഹുലിനെ കൊണ്ടുപോയി സ്ഥലത്ത് തെളിവെടുക്കേണ്ടതുണ്ട്. വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. വിശദമായെന്നല്ല, ആദ്യഘട്ട ചോദ്യം ചെയ്യലിട്ട് തന്നെ പോകണം. കാരണം പ്രാഥമിക ചോദ്യം ചെയ്യലിൽ രാഹുൽ ഒട്ടും സഹകരിച്ചിട്ടില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യൽ വിശദമായി കാര്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. രാഹുൽ ഈ അതിജീവതയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവരുടെ നഗ്നദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്ന ആ ഫോൺ ഇതുവരെയും പിടിച്ചെടുക്കാനായിട്ടുള്ള അത്തരം കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അത് ഈ കസ്റ്റഡി കാലാവധിയിലായിരിക്കും പൂർത്തിയാക്കുക. അതിനുശേഷം മാത്രമായിരിക്കും സ്വാഭാവികമായും ജാമ്യം അപേക്ഷ പരിഗണിക്കുകയും ചെയ്യുക. എന്തായാലും നമുക്ക് അറിയേണ്ടത് ഇന്നിപ്പോൾ പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് രാഹുലിന് എതിരെ ഉള്ളത് എന്നുള്ളതാണ്. കാരണം പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അതിജീവിത പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ കേസിൽ ഒരു കാരണവശാലും രാഹുൽ പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത്. ആദ്യത്തെ കേസ് വന്നപ്പോഴും രണ്ടാമത്തെ കേസ് വന്നപ്പോഴും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആഴ്ചകളോളം രാഹുൽ കേരളത്തിനകത്തും പുറത്തും ഒളിവിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം പോലീസ് പലയിടങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ കേസ് വന്നപ്പോൾ AG പൂങ്കൊല്ലയുടെ നേതൃത്വത്തിൽ അത് വളരെ സീക്രട്ടായിട്ടാണ് അന്വേഷണം നടത്തിയിരുന്നത്. തുടർ നടപടികൾ സ്വീകരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അന്വേഷണ സംഘത്തിലെ തന്നെ 3-4 ആളുകൾക്ക് മാത്രമാണ് ഈ കേസിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. വളരെ രഹസ്യമായി കേസിന്റെ സ്വഭാവം കേസ് സൂക്ഷിക്കുകയും രാഹുലിന് ഒരു വിവരം പോലും ലഭിക്കാതെ ഒന്ന് മുങ്ങാൻ പോകും ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് പകരം അർദ്ധരാത്രിയോടുകൂടി രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെതിരായിട്ടുള്ള ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഉണ്ട് താനും. എന്തായാലും കൂടുതൽ തെളിവ് കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുകയും മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അല്ല സിജോ, അതിനിടെ പരാതിക്കാരി ഇവിടെ കേരളത്തിലെത്തി എന്ന സൂചനകളും കൂടി ഉണ്ടല്ലോ. അത് ഇന്നലെ രാത്രിയോട് കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾ അന്വേഷണ സംഘവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നെന്ന് പറയുന്നത് വിദേശത്തായതിനാൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്
അത് വീഡിയോ കോൺഫറൻസിംഗ് വഴി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇങ്ങോട്ട് നേരിട്ട് വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അതിജീവിത എന്നാണ് ഞാൻ അറിയുന്നത്. അവരുമായി ബന്ധപ്പെട്ട ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടെന്നുള്ളതാണ്. ആദ്യ കേസിലും രണ്ടാമത്തെ കേസിലൊക്കെ സമാനമായ സാഹചര്യത്തിലൂടെ അതിജീവിതമാർ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ കേസുകൾ വരുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വരികയാണ്. പേരുകൾ വരുന്നില്ലെങ്കിൽ പോലും ഇത് ആരാണെന്ന് സംബന്ധിച്ച സൂചനകൾ വരുന്നു. അതുമാത്രമല്ല ഈ സൈബർ ഇടങ്ങളിൽ രാഹുലിനെ അനുകൂലിക്കുന്ന ഇടങ്ങളിലെ സൈബർ ഇടങ്ങളിൽ ആളുകൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ അതിജീവിതമാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുക. അത് പല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പലപ്പോഴും വരിക. അപ്പോൾ അത്തരത്തിൽ അവരെ കണ്ടെത്തുന്നതിന് മറ്റും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലീസ് നേരിടുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിയമ നടപടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിജീവിത ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാമെന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ മാനസിക സമ്മർദ്ദം അവർ നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ബലാത്സംഗ കേസുകളിലൊക്കെ 164 സ്റ്റേറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് വളരെ വൈകാതെ തന്നെ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. സിജോ, ഇതുവരെയുള്ള ഒരു അന്വേഷണ പുരോഗതി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കാരണം ഈ കസ്റ്റഡി അപേക്ഷ കഴിയുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമല്ലോ. അപ്പോൾ ജാമ്യം നൽകരുത് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് വാദിക്കണമെങ്കിൽ മതിയായ തെളിവുകൾ അല്ലെങ്കിൽ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്ക് സംബന്ധിച്ചൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു അന്വേഷണ പുരോഗതി സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ പരാതി ലഭിച്ചതിന് ശേഷം വളരെ വേഗത്തിലാണ് ഇതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിയത്. കാരണം സാധാരണ രീതിയിൽ പരാതി ലഭിച്ചതിന് ശേഷം രഹസ്യമൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷം അറസ്റ്റ് നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ കേസ് ഇങ്ങനെ വന്നതിന് ശേഷം അത് കുറച്ചുകൂടി സ്പീഡിൽ അത് വേണമെന്നുള്ള ഒരു ആവശ്യം അതിജീവിത തന്നെ പറയുകയും ചെയ്തു. കാരണം ഇനി വൈകിയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യവും കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് വേഗത്തിൽ നടപടികൾ പോയെങ്കിൽ പോലും അതിൻ്റെ എവിഡൻസ് കളക്ഷൻ എന്ന് പറയുന്നത് അതും പോലീസ് വളരെ വേഗത്തിൽ നടത്തുന്നുണ്ട്. ചില തെളിവുകൾ, നിർണായകമായ വിവരങ്ങൾ അതിജീവിത തന്നെ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ വാട്സപ്പ് ചാറ്റുകളുണ്ട്. അതിജീവിതയോട് രാഹുൽ സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇവർ തെറ്റായി ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്പർ മാറിപ്പോയി, അങ്ങനെയാണ് രാഹുലിനൊരു മെസ്സേജ് പോകുന്നത്. ആ മെസ്സേജ് കണ്ട് രാഹുൽ ഇവർ റിപ്ലൈ ചെയ്യുന്നു. പിന്നീട് ഇവരുടെ അതിജീവിതയുടെ കുടുംബജീവിതത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഈ കേസുകളിൽ നിന്നല്ല, അത് രണ്ട് കേസുകളിലും അങ്ങനെയായിരുന്നു. ഇത്തരത്തിൽ അവരുടെ വ്യക്തിപരമായ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്